ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില്ലി മഷ്റൂമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. നമ്മൾ ചില്ലി ചിക്കനും അതുപോലെ ചില്ലി ഗോപിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത്. അപ്പം നമ്മുടെ ചില്ലി മഷ്റൂം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ ചില്ലി മഷ്റൂം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ 200 ഗ്രാമിൻ്റെ 2 പാക്ക് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഞാൻ അരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത വെള്ളമാണ് കേട്ടോ ഇത്. നേരിയ ചൂടുള്ള വെള്ളമാണ്. അതിലേക്ക് നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരമണിക്കൂർ നമുക്ക് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എടുത്താൽ മതി. എല്ലാവരും അങ്ങനെയാണോ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ മഷ്റൂം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡേറ്റൊക്കെ കറക്റ്റ് നോക്കണം. അത് പാക്ക് ചെയ്ത് ഇത്ര ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഒരു 5-6 ദിവസത്തിൽ കൂടുതൽ പാക്ക് ചെയ്ത് വെച്ചേക്കണം, നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ കിടക്കുന്ന സമയം നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 കപ്പ് മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് 1 സ്പൂൺ, വേപ്പില ചെറുതാക്കി അരിഞ്ഞത് 1 സ്പൂൺ, 1 സ്പൂൺ റവ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 സ്പൂൺ വിനീഗർ വേണം, 2 സ്പൂൺ സോയ സോസ് വേണം, ഇനി 2 സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. നല്ല തിക്കായിരിക്കണം, ഒത്തിരി ലൂസായിരിക്കാൻ പാടില്ല ഈ ബാറ്റർ. ഇനി നമ്മളിവിടെ മഷ്റൂം വെള്ളത്തിൽ നിന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി അതിൻ്റെ ബാറ്ററൊക്കെ എല്ലാം എടുത്താവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ സ്റ്റൗവിൽ വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഈ മഷ്റൂം ഇട്ടെടുക്കാം. ഒന്നിനോട് മുട്ടാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഇതുപോലെ അകത്തി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ക്രിസ്പി പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 കതിര് വേപ്പില ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ആ റവയൊക്കെ ചേർത്തുകൊണ്ടാണ് അത്രയും ക്രിസ്പി ആയി നമുക്ക് കിട്ടിയത്. ഇനി നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ നിന്ന് കോരി മാറ്റിയ ചില്ലി മഷ്റൂം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ബാച്ചും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില തൂവിയിട്ട് നമുക്കതും കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ചില്ലി മഷ്റൂം റെഡിയായി കഴിഞ്ഞു. നമ്മളിത് സോസ് കൂട്ടിയാണ് കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ചില്ലി ഗോപിയൊക്കെ ചെയ്യുന്ന പോലെ നല്ല ടേസ്റ്റും അതുപോലൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്ക് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചില്ലി മഷ്റൂം തയ്യാറായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ചില്ലി മഷ്റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.